അടിച്ചമർത്തലിന്റെയും ജാതി കോമരങ്ങളുടെയും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വിപ്ലവത്തിന്റെ തീപ്പന്തമെറിഞ്ഞ ഒരു മനുഷ്യൻ. ഏലംകുളം മനയിലെ ആഠ്യത്വത്തിന്റെ സുഖ സൗകര്യങ്ങൾ ചവിട്ടിത്തെറിപ്പിച്ച് പട്ടിണിപ്പാവങ്ങളുടെ പടത്തലവനായി മാറിയ ചരിത്രം. ഇന്ന് ആ വിപ്ലവകാരിയുടെ ജന്മദിനമാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട്. അധികാരവർഗം കമ്മ്യൂണിസത്തെ ഭയന്നു. പാർട്ടിക്ക് നിരോധനം വീണു. പക്ഷേ ആശയങ്ങളെ ചങ്ങലക്കിടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. തലയ്ക്ക് വിലയിട്ട പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം ഒളിവിൽ പോയി. പട്ടിണിയും വന്യമൃഗങ്ങളുടെ ഭീഷണിയും നിറഞ്ഞ കാടുകളിലും പാവപ്പെട്ട തൊഴിലാളികളുടെ കുടിലുകളിലും അദ്ദേഹം ഒളിവ് ജീവിതം നയിച്ചു. തോക്കിൻ മുനകൾക്ക് മുന്നിലും ആ പോരാട്ട വീര്യം ഒട്ടും ചോർന്നില്ല. ഒളിവിലിരുന്നു കൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു. അക്ഷരങ്ങളെ ആയുധങ്ങളാക്കി മാറ്റി. ആ കനൽ വഴികളാണ് കേരള ചരിത്രത്തിന്റെ അടിത്തറ പാകിയത്. പോരാട്ടങ്ങൾ വെറുതെയായിരുന്നില്ല. 1957 ബാലറ്റിലൂടെ ലോകത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഒളിവറകളിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ആ ജനനായകൻ നേരെ നടന്നു കയറിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കായിരുന്നു. അധികാരത്തിലെത്തിയതിനു ശേഷം EMS നടപ്പിലാക്കിയത് വെറും ഭരണമായിരുന്നില്ല, മറിച്ച് വിപ്ലവമായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഭൂപരിഷ്കരണ നിയമം, നൂറ്റാണ്ടുകളായി അടിമവേല ചെയ്ത ജനതയ്ക്ക് സ്വന്തമായി ഒരു തുണ്ട് മണ്ണ് നൽകിയ ചരിത്രം, വിദ്യാഭ്യാസ ബില്ലിലൂടെ പാവപ്പെട്ടവന്റെ മക്കൾക്കും വിദ്യാലയങ്ങളുടെ വാതിൽ തുറന്നിട്ടു. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയ നവോത്ഥാന നായകൻ. ഒളിവ് ജീവിതത്തിന്റെ കഠിനമായ കനൽപാതകളിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എത്തിയത് ഒരു സ്ഥാനത്തേക്ക് മാത്രമല്ല, മറിച്ച് ചരിത്ര താളുകളിലേക്കാണ്. ആ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മാർക്സിസത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ട ആ ഇതിഹാസത്തിന് സഖാവ് EMSന് വിപ്ലവ അഭിവാദ്യങ്ങൾ.